സ്വകാര്യ സർവകലാശാല കാലഘട്ടത്തിന് അനിവാര്യമായ തീരുമാനം എന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു. നയപരമായ തീരുമാനമാണ് സിപിഐഎം കൈക്കൊണ്ടത്. എസ്എഫ്ഐയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനായിട്ടുണ്ട്. സിപിഐ എതിർത്തിട്ടില്ല എന്നും ഭേദഗതി വേണം എന്നാണ് ആവശ്യപ്പെട്ടത് എന്നും മന്ത്രി പറഞ്ഞു. സാങ്കേതിക സർവകലാശാല താൽക്കാലിക വിസിയായിരുന്ന സിസ തോമസിന്റെ പെൻഷൻ തടഞ്ഞ സർക്കാർ നടപടിക്ക് തിരിച്ചടി. സിസ തോമസിന് താൽക്കാലിക പെൻഷനും കുടിശ്ശികയും 2 ആഴ്ചയ്ക്കുള്ളിൽ നൽകണം. സർക്കാരിന് അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ആണ് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകിയത്. സിസ തോമസിന്റെ ഹർജിയിൽ ട്രൈബ്യൂണൽ സർക്കാരിനോട് വിശദീകരണവും തേടി. കേരളം ലഹരിക്കടത്തിന്റെ കേന്ദ്രമായി മാറിയെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിലായിരുന്നു വിമർശനം. ലഹരിക്കടത്ത് തടയാൻ ഒന്നിച്ചു നിൽക്കാമെന്ന് പറഞ്ഞ സർക്കാർ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ചോദ്യം. എന്നാൽ ലഹരിക്കടത്ത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ല എന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. ലഹരി ഉപയോഗം മൂലമുള്ള ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ കൂടുന്ന സാഹചര്യം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ഉപക്ഷേപത്തിന്മേലാണ് ചൂടേറിയ ചർച്ച നടന്നത്. ലഹരി ഉപയോഗത്തിലൂടെ സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്ത് കൊല്ലുന്ന കാലമാണിതെന്ന് ഉപക്ഷേപം അവതരിപ്പിച്ച പി.സി. വിഷ്ണുനാഥ്. ലഹരി സ്വന്തം രക്ഷിതാക്കളെ വരെ കഴുത്തറുത്തും ചവിട്ടിയും കൊല്ലുന്ന മക്കളെ സൃഷ്ടിക്കുന്ന കാലമാണ്. സാർ, താമരശ്ശേരിയിലേത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു തലമുറയുടെ മസ്തിഷ്കത്തെ കാർന്നു തിന്നുന്ന വൈറസായി ലഹരി മാറുകയാണ്. ലഹരി ഉപയോഗിക്കുന്ന തലമുറ യാത്ര ചെയ്യുന്നത് മരണത്തിലേക്കാണ്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ലഹരി നിറഞ്ഞിരിക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഈ കെമിക്കൽ സബ്സ്റ്റൻസ് എല്ലാം കഴിക്കുന്നവർ പിന്നെ ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നില്ല. അഡിക്ഷൻ വരുന്നവർ ഒരു ഡി അഡിക്ഷൻ സെന്ററിന് വരെ ഭേദമാക്കാൻ പറ്റുന്നില്ല. മരണത്തിലേക്കുള്ള യാത്രയാണ് തുടങ്ങുന്നത്. അത്ര അപകടത്തിലാണ് നിൽക്കുന്നത്. എന്താണ് കേരളത്തിലെ സ്ഥിതി? ഇതിന്റെ അവൈലബിലിറ്റി എന്താണ്? സ്കൂളിൽ, കോളേജിൽ, ഹോസ്റ്റലിൽ, ബീച്ചിൽ, പൊതുസ്ഥലത്ത്, ഹോട്ടലിൽ, വാക്വേയിൽ, ഒഴിഞ്ഞുകിടക്കുന്ന പറമ്പിൽ, ഒഴിഞ്ഞുകിടക്കുന്ന വീട്ടിൽ, കലുങ്കിനടിയിൽ, എവിടെ നോക്കിയാലും ഇത് സുലഭമാണ്. സംസ്ഥാനത്ത് ലഹരിയുടെ വ്യാപനം കൂടിയിട്ടുണ്ടെങ്കിലും കേരളം ലഹരിയുടെ കേന്ദ്രമായി മാറിയിട്ടില്ലെന്നായിരുന്നു എക്സൈസ് മന്ത്രി എം.ബി. രാജേഷിന്റെ മറുപടി. Magnitude of substance use in India 2019 റിപ്പോർട്ടാണ്. അതിൽ ദേശീയ തലത്തിൽ മയക്കുമരുന്ന് ഉപഭോഗത്തിൽ കേരളം ഏറ്റവും പിന്നിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. കേരളം ഏറ്റവും പിന്നിലാണ്. ഇതൊരു വസ്തുതയാണ്. ഈ പറയുന്നതിനർത്ഥം നമുക്ക് ആശ്വസിക്കാമെന്നൊന്നുമല്ല. അങ്ങനെയാണെങ്കിൽ ഇത് നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ തയ്യാറാവേണ്ട കാര്യമില്ലല്ലോ. വസ്തുതയായിട്ട് നമ്മൾ കാണണം. നമ്മുടെ സംസ്ഥാനത്തും ഇതിന്റെ വ്യാപനം കൂടുന്നുണ്ട്. എന്നാൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു പരാമർശം നടത്തിയതുപോലെ കേരളം ലഹരിയുടെ കേന്ദ്രമായിട്ട് മാറിയിട്ടില്ല.